AD 2-ാം നൂറ്റാണ്ടിൽ കെൽറ്റിക് ഗോത്രങ്ങൾ അധിവസിക്കുന്ന വടക്കൻ ബ്രിട്ടൻ പിടിച്ചടക്കാൻ പോയ റോമൻ സൈന്യം മടങ്ങി വന്നില്ല. ആ യാത്രയിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നത് ഇന്നും അജ്ഞാതമാണ്. എന്നാൽ ഈ ചരിത്ര സംഭവത്തെ പശ്ചാത്തലമാക്കി റോസ്മേരി സഡ്ക്ലിഫ് എന്ന ഇംഗ്ലീഷ് സാഹിത്യകാരി എഴുതി 1956 പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലാണ് ദ ഈഗിൾ ഓഫ് ദ നൈൻത്. റോമൻ സൈന്യത്തെ വടക്കൻ ബ്രിട്ടനിലേക്ക് നയിച്ച തൻ്റെ അച്ഛന് സംഭവിച്ചത് എന്താണെന്ന് അറിയുവാനും അദ്ദേഹം നഷ്ടപ്പെടുത്തിയ അക്വില കണ്ടെത്തുവാനുമായി ക്രൂരഗോത്രങ്ങൾ അധിവസിക്കുന്ന പർവ്വതങ്ങളിലേക്ക് പോകുന്ന ഒരു റോമൻ സൈനികന്റെയും അയാളെ അനുഗമിക്കുന്ന അയാളുടെ അടിമയുടെയും അനുഭവങ്ങളാണ് നോവലിന്റെ പ്രമേയം. ഇതേ നോവലിനെ അടിസ്ഥാനമാക്കി 2011 പുറത്തു വന്ന സിനിമയാണ് ദ ഈഗിൾ. വർഷം AD 150. തെക്കൻ ബ്രിട്ടൻ പിടിച്ചെടുത്ത ശേഷം റോമൻ സൈന്യത്തിലെ 9-ാം ലീജിയൻ വടക്കൻ ബ്രിട്ടൻ കൂടി പിടിച്ചടക്കാനായി പുറപ്പെട്ടു. പക്ഷെ അവിടേക്ക് പോയ 5000 സൈനികരിൽ ഒരാൾ പോലും മടങ്ങി വന്നില്ല. എന്നാൽ തൻ്റെ സൈനികർ മടങ്ങി വരാത്തതിനേക്കാൾ റോമിൻ്റെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഹേഡ്രിയൻ ചക്രവർത്തിയെ നിരാശനാക്കിയത് അവർ കൊണ്ടുപോയ അക്വില നഷ്ടപ്പെടുത്തിയതാണ്. ലാറ്റിൻ ഭാഷയിൽ അക്വില എന്നാൽ ഗരുഡൻ എന്നാണ് അർത്ഥം. റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തിയെയും അഭിമാനത്തെയും യശസ്സിനെയും സൂചിപ്പിക്കുന്ന ഗരുഡന്റെ സ്വർണ്ണ രൂപം പതിച്ച അക്വില നഷ്ടപ്പെടുത്തിയത് വലിയ പരാജയമായാണ് ചക്രവർത്തി കണ്ടത്. റോമൻ സൈന്യത്തിലെ എല്ലാ ലീജിയന്റെയും പക്കൽ ഓരോ അക്വില ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തുന്നത് വലിയ അപമാനമായാണ് അക്കാലത്ത് കണക്കാക്കിയിരുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ ഇനിയും അത് ആവർത്തിക്കാതിരിക്കാനായി ഹേഡ്രിയൻ ചക്രവർത്തി തെക്കൻ ബ്രിട്ടനിൽ നിന്ന് വടക്കൻ ബ്രിട്ടനെ വേർതിരിക്കാനായി വലിയൊരു മതിൽ നിർമ്മിച്ചു, ഹേഡ്രിയൻ മതിൽ. വർഷങ്ങൾ ഒരുപാടങ്ങനെ കടന്നുപോയി. ഒരിക്കൽ തെക്കൻ ബ്രിട്ടനിലെ ആ റോമൻ സൈനിക പാളയത്തിലേക്ക് റോമിൽ നിന്നൊരു യുവ സൈനികനെത്തി, മാർക്കസ് ഫ്ലേവിയസ് അക്വില. ചെറുപ്രായത്തിൽ തന്നെ സൈന്യത്തിൽ ചേർന്ന മാർക്കസ് ആ സൈനിക പാളയത്തിന്റെ നേതൃചുമതല ഏറ്റെടുക്കുവാനായിരുന്നു ബ്രിട്ടനിലേക്ക് വന്നത്. നേതൃചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇതിനോടകം റോമിലേക്ക് പോയിരുന്നത് കൊണ്ട് തന്നെ ലുട്ടോറിയസ് എന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് മാർക്കസിനെ ഇവിടേക്ക് സ്വീകരിച്ചത്. വന്നപാടെ തന്നെ തന്റെ ചുമതലകൾ ഏറ്റെടുത്ത് സൈനിക പാളയത്തിന്റെ താക്കോലും രേഖകളും മാർക്കസ് സ്വീകരിച്ചു. നിങ്ങൾ ആദ്യമായില്ല ഇത്രയും വലിയൊരു ചുമതല ഏറ്റെടുക്കുന്നത്, എന്തുകൊണ്ടാണ് ബ്രിട്ടൻ തന്നെ തിരഞ്ഞെടുത്തത് എന്ന് ലുട്ടോറിയസ് മാർക്കസിനോട് ചോദിച്ചു. മാർക്കസ് അതിന് വ്യക്തമായൊരു ഉത്തരം നൽകിയില്ല എങ്കിലും അതിന് കാരണം എന്താണെന്ന് ലുട്ടോറിയസിന് അറിയാമായിരുന്നു. പിന്നീട് ഭക്ഷണ സമയത്താണ് ലുട്ടോറിയസ് അക്കാര്യം ബാക്കിപ്പെട്ട ആൾക്കാരുമായി സംസാരിക്കുന്നത്. പുതിയ സേനാധിപനായി വന്ന മാർക്കസിന്റെ അച്ഛൻ ഫ്ലേവിയസ് അക്വിലയായിരുന്നു വടക്കൻ ബ്രിട്ടനിലേക്ക് 9-ാം ലീജിയനെ നയിച്ചത്. 5000 സൈനികരെയും അവരോടൊപ്പം ഏതു വിധേനയും സംരക്ഷിക്കേണ്ട അക്വിലയും നഷ്ടപ്പെടുത്തി സൈന്യത്തിന് വലിയ അപമാനം വരുത്തിവെച്ച ഫ്ലേവിയസിനോട് ആ പട്ടാളക്കാരിൽ പലർക്കും വലിയ പുച്ഛമായിരുന്നു. അച്ഛനുണ്ടാക്കി വെച്ച അപമാനത്തിന്റെ ബാക്കി ഉണ്ടാക്കാനാണോ ഈ ചെക്കൻ ഇവിടേക്ക് വന്നത് എന്ന് പല മുതിർന്ന സൈനികരും സംശയിച്ചു. ഇതേ സമയം അങ്ങനെയൊരു ദുർവിധി തനിക്കും തൻ്റെ സേനയ്ക്കും ഇനി ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയിലായിരുന്നു മറ്റൊരു മുറിയിൽ മാർക്കസ്. പോകും മുൻപ് തൻ്റെ അച്ഛൻ സമ്മാനിച്ച തടിയിൽ തീർത്തൊരു ഗരുഡന്റെ രൂപം അപ്പോഴും മാർക്കസിന്റെ പക്കലുണ്ടായിരുന്നു. അന്ന് തന്നോട് യാത്ര പറഞ്ഞു പോയ അച്ഛൻ പിന്നീട് ഒരിക്കലും മടങ്ങിയെത്തിയില്ല. അതുകൊണ്ട് ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ മാർക്കസ് ആ സേനാപാളയത്തിന്റെ ചുമരുകളും പ്രതിരോധങ്ങളും ശക്തിപ്പെടുത്താൻ ആരംഭിച്ചു. കോട്ടയ്ക്ക് ചുറ്റും കൂർത്ത കമ്പുകൾ നാട്ടി അതിന് മുകളിൽ ബേർച്ച് ടാർ ഒഴിച്ചു. സൈനികർക്ക് കർശനമായ വ്യായാമങ്ങളും പരിശീലനങ്ങളും മാർക്കസ് ഏർപ്പെടുത്തി. പക്ഷെ അപ്പോഴേക്കും അവിടേക്ക് റോമിൽ നിന്ന് ധാന്യങ്ങൾ എത്തേണ്ട സമയം കഴിഞ്ഞിരുന്നു. എന്താണ് അവർ വൈകുന്നത് എന്നറിയാൻ ഒരു സംഘത്തെ പറഞ്ഞയക്കാൻ മാർക്കസ് ഉത്തരവ് കൊടുത്തു. പക്ഷെ അത് അപകടമാണെന്നും അടുത്തുള്ള കാട്ടിലും താഴ്വരയിലും ചില ഗോത്രവർഗങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ലുട്ടോറിയസും മറ്റു മുതിർന്ന പട്ടാളക്കാരും പറഞ്ഞുവെങ്കിലും മാർക്കസ് അത് സമ്മതിച്ചില്ല. തൻ്റെ പട്ടാളക്കാർ ഒരിക്കലും പട്ടിണി കിടക്കരുത് എന്നുള്ളതുകൊണ്ട് മാർക്കസ് ഒരു സംഘത്തെ അവിടേക്ക് അയക്കുക തന്നെ ചെയ്തു. പക്ഷേ അന്ന് രാത്രിയിൽ അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വേഗം തന്നെ അയാൾ ആ കോട്ടമതിലിന് മുകളിൽ കയറി നിന്ന് ചുറ്റും പരിശോധിക്കാൻ ആരംഭിച്ചു. ഇരുട്ടായിരുന്നതുകൊണ്ട് തന്നെ അയാൾക്കൊന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നുവെങ്കിലും ചെടികളുടെയും കരിയിലകളുടെയും അനക്കം അയാൾക്ക് കേൾക്കാമായിരുന്നു. പന്തികേട് തോന്നി വേഗം തന്നെ ശബ്ദമുണ്ടാക്കാതെ പട്ടാളക്കാരെ വിളിച്ചുണർത്താൻ മാർക്കസ് പറഞ്ഞപ്പോൾ കന്നുകാലികളോ മൃഗങ്ങളോ മറ്റോ അലഞ്ഞു തിരിയുന്നതാവുമെന്നും പട്ടാളക്കാരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത് അവർക്ക് ഇഷ്ടമായേക്കില്ല എന്നുമാണ് ലുട്ടോറിയസ് പറഞ്ഞത്. ഇഷ്ടമായില്ലെങ്കിലും കുഴപ്പമില്ലത് മരിക്കുന്നതിലും നല്ലതല്ലേ എന്ന് ചോദിച്ച് മാർക്കസ് ലുട്ടോറിയസിനെ അവിടേക്ക് പറഞ്ഞയച്ചു. പട്ടാളക്കാർ എഴുന്നേറ്റ് ഉറക്കച്ചടവിൽ തങ്ങളുടെ പടച്ചട്ടകൾ എടുത്തണിഞ്ഞ് തയ്യാറായി നിന്നു.
പക്ഷേ പിന്നെയും ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതായതോടെ പട്ടാളക്കാർക്ക് നന്നേ ദേഷ്യം വന്നു തുടങ്ങി. തങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഈർഷ്യയോടെ അവർ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് കോട്ടമതിലിന് മുകളിലേക്ക് ഒരാൾ ചാടിക്കയറി പട്ടാളക്കാരെ ആക്രമിക്കാൻ തുടങ്ങിയത്. അയാൾക്ക് പിറകെ പിന്നെയും മനുഷ്യർ മുകളിലേക്ക് എത്തിയെങ്കിലും അവരെ എല്ലാം മാർക്കസും സൈനികരും പ്രതിരോധിച്ചു നിന്നു. പക്ഷേ ഇരുട്ടിൽ നിന്ന് കൂടുതൽ മനുഷ്യർ അവിടേക്ക് ഓടിയെത്തുന്നുണ്ട് എന്ന് മനസ്സിലായ ഉടൻ തന്നെ മാർക്കസ് സ്റ്റാറിന് തീയിടാൻ ഉത്തരവിട്ടു. തീപ്പന്തവുമായി അവിടേക്ക് വന്ന പട്ടാളക്കാരനെ അക്രമികൾ കൊന്നു വീഴ്ത്തിയപ്പോൾ മാർക്കസ് ആ തീപ്പന്തമെടുത്ത് താഴേക്കെറിഞ്ഞു. തീ ആളിപ്പടർന്നപ്പോഴാണ് ഇരുട്ടിൽ പതിയിരുന്ന് തങ്ങളെ ആക്രമിക്കാനായി കോട്ടയ്ക്ക് മുകളിലേക്ക് കയറി വരുന്ന വലിയൊരു സംഘം അക്രമകാരികളെ സൈന്യം കാണുന്നത്. പക്ഷെ അവരിൽ പലരും മുകളിലേക്ക് എത്തും മുന്നേ തന്നെ തീയിൽ വെന്തു മരിച്ചു. ബാക്കിയുള്ളവരെ പട്ടാളക്കാർ കുന്തമെറിഞ്ഞു വീഴ്ത്താനും ആരംഭിച്ചു. അങ്ങനെ തങ്ങളുടെ സേനാധിപന്റെ നിർദ്ദേശത്താൽ തങ്ങൾ തയ്യാറായിരുന്നതുകൊണ്ട് തന്നെ അവിടേക്ക് വന്ന അക്രമകാരികളെ എല്ലാം പരാജയപ്പെടുത്താൻ റോമൻ പട്ടാളത്തിന് സാധിച്ചു. രഹസ്യമായി മാർക്കസിനെ പരിഹസിച്ച പട്ടാളക്കാരിൽ പലരും അയാളെ പ്രശംസിച്ചു. പക്ഷെ അപ്പോഴും ധാന്യങ്ങൾ കൊണ്ടുവരാനായി അവിടേക്ക് പറഞ്ഞയച്ച പട്ടാളക്കാരൊന്നും മടങ്ങിയെത്തിയിരുന്നില്ല. എന്നാൽ അല്പസമയത്തിന് ശേഷം ആ കാട്ടിൽ നിന്ന് കുറച്ച് മനുഷ്യർ പുറത്തേക്ക് വന്നു. മാർക്കസ് പറഞ്ഞയച്ച ആ പട്ടാളക്കാരും അവർക്കൊപ്പമുണ്ടായിരുന്നു. റോമാക്കാർക്കെതിരെ പോരാടിയിരുന്ന ആ ഗോത്രം മാർക്കസ് അയച്ച സൈനികരെ എല്ലാം തടവിലാക്കിയിരുന്നു. അല്പസമയത്തിന് ശേഷം അവരുടെ നേതാവ് മുന്നിലേക്ക് വന്നു. നിങ്ങൾ ഞങ്ങളുടെ മണ്ണ് കട്ടു, മക്കളെ കൊന്നു, പെൺമക്കളെ ബലാത്കാരം ചെയ്തു, ഇത് ഞങ്ങളുടെ മറുപടിയാണ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ തടവിലാക്കിയിരുന്ന സൈനികരിൽ ഒരുവന്റെ തല അരിഞ്ഞു വീഴ്ത്തി. കോട്ടമതിലിന് മുകളിൽ ഇതെല്ലാം കണ്ടുനിന്ന മാർക്കസിന് അവരാ പട്ടാളക്കാരെ എല്ലാം കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലായി. തൻ്റെ സൈനികരെ രക്ഷിച്ചേ മതിയാവൂ എന്നുള്ളതുകൊണ്ട് മാർക്കസ് ആ മനുഷ്യർക്കടുത്തേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങൾ പോകേണ്ട ഞാൻ പോകാമെന്ന് ലുട്ടോറീസ് പറഞ്ഞുവെങ്കിലും മാർക്കസ് അത് സമ്മതിച്ചില്ല. ഞാനാണ് അവരെ അവിടേക്ക് പറഞ്ഞയച്ചത്, അവരെ രക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് മാർക്കസ് പുറത്തേക്ക് പോകാനായി തയ്യാറായി. മഴവും മറ്റായുധങ്ങളും കയ്യിലേന്തി ഘോരമായി ആക്രോശിക്കുന്ന ആ മനുഷ്യർക്കടുത്തേക്ക് പോകാൻ ആ പട്ടാളക്കാർക്ക് ഭയമായിരുന്നുവെങ്കിലും കോട്ടവാതിൽ തുറന്ന് മാർക്കസിനൊപ്പം അവർ പുറത്തേക്ക് ഇറങ്ങുക തന്നെ ചെയ്തു. പട്ടാളക്കാർ തങ്ങൾക്ക് നേരെ അടുക്കുന്നത് കണ്ട ഉടനെ ആ മനുഷ്യർ ആർത്തു വിളിച്ചുകൊണ്ട് അവർക്ക് നേരെ പാഞ്ഞെടുത്ത് അവരെ ആക്രമിക്കാൻ തുടങ്ങി. വേഗം തന്നെ തങ്ങളുടെ സ്ക്യൂട്ടങ്ങൾ കൊണ്ട് റോമൻ സൈന്യം കവചം തീർത്തവരെ പ്രതിരോധിച്ചു. ശേഷം തങ്ങൾക്ക് ചുറ്റിലും നിന്ന് ആക്രമിക്കുന്ന ആ മനുഷ്യരെ കവചങ്ങൾക്കിടയിലൂടെ കുത്തിവീഴ്ത്തി സൈന്യം പതിയെ മുന്നോട്ട് നീങ്ങി. ഗോത്രമനുഷ്യർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ പ്രതിരോധം തകർക്കാൻ കഴിഞ്ഞില്ല. സൈന്യം അങ്ങനെ മുന്നോട്ട് നീങ്ങി ഒടുവിൽ തടവിലാക്കപ്പെട്ട സൈനികർക്കടുത്തേക്കെത്തി അവർക്ക് ചുറ്റും വൃത്താകൃതിയിൽ പ്രതിരോധം തീർത്തു. ഗോത്രമനുഷ്യർ ആ പ്രതിരോധം തകർത്ത് അകത്ത് കടക്കും മുന്നേ റോമൻ സൈന്യം തടവിലാക്കപ്പെട്ട പട്ടാളക്കാരുടെ കയ്യിലെ കെട്ടുകളെല്ലാം അറുത്തു മാറ്റി. പക്ഷെ പെട്ടെന്ന് ദൂരെ നിന്നൊരു കുഴൽവിളി ഉയർന്നതോടെ ചുറ്റുമുണ്ടായിരുന്ന ഗോത്രമനുഷ്യരെല്ലാം ആ കാട്ടിലേക്ക് കയറി മറഞ്ഞു. പിന്നീട് അവിടേക്ക് വന്നത് 2 കുതിരകളെ വീതം പൂട്ടിയ ഒരുപാട് കുതിരവണ്ടികളാണ്. ചക്രങ്ങളിൽ പോലും കൂർത്ത ആയുധങ്ങൾ ഘടിപ്പിച്ചിരുന്ന കുതിരവണ്ടികൾ തങ്ങൾക്കടുത്തേക്ക് പാഞ്ഞു വരുന്നത് കണ്ട് പിന്തിരിഞ്ഞ് കോട്ടയ്ക്കുള്ളിലേക്ക് പോയിക്കൊള്ളാൻ മാർക്കസ് തന്റെ സൈനികരോട് പറഞ്ഞു. പക്ഷേ അതിവേഗം പാഞ്ഞെടുത്ത കുതിരവണ്ടികളിലെ മൂർച്ചയേറിയ കത്തികൾ തട്ടി പട്ടാളക്കാരിൽ പലരുടെയും കാലുകളറ്റു. ഇത് കണ്ട ഉടനെ തന്റെ കയ്യിൽ കിട്ടിയൊരു കുന്തമെറിഞ്ഞ് കുതിരവണ്ടി ഓടിച്ചിരുന്നയാളെ മാർക്കസ് കൊന്നുവീഴ്ത്തി. പക്ഷേ നിയന്ത്രണം വിട്ട ആ കുതിരവണ്ടി വന്ന് പതിക്കുന്നത് മാർക്കസിന്റെ മേലേക്കാണ്. പിന്നീട് മാർക്കസ് കണ്ണു തുറക്കുന്നത് ബ്രിട്ടനിൽ തന്നെയുള്ള തന്റെ അച്ഛന്റെ സഹോദരനായ ഫാബിയസിന്റെ വീട്ടിലാണ്. പോരാട്ടത്തിൽ സാരമായി പരിക്കേറ്റിരുന്ന മാർക്കസിനെ സൈനികരാണ് ഇവിടേക്ക് എത്തിച്ചത്. ബോധം തെളിഞ്ഞപ്പോൾ തന്നെ തന്റെ പട്ടാളക്കാരെക്കുറിച്ചാണ് മാർക്കസ് ചോദിച്ചത്. അവരെല്ലാം സുരക്ഷിതരായിരിക്കുന്നുവെന്നും അതിനവർ നിന്നോട് കടപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് ഫാബിയസ് പറഞ്ഞത്. ശേഷം അവർ വീണ്ടും മാർക്കസിന്റെ ചികിത്സകൾ തുടർന്നു. കാലിന് നന്നേ പരിക്കേറ്റിരുന്ന മാർക്കസിന് തനിയെ എഴുന്നേറ്റിരിക്കാൻ തന്നെ കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലുട്ടോറീസ് മാർക്കസിനെ കാണാനായെത്തി. ആ സേനാപാളയത്തെയും തന്റെ സൈനികരെയും രക്ഷിക്കാനായി മാർക്കസ് കാണിച്ച ധൈര്യത്തിന്, ആ സേവനത്തിന് ബഹുമാന സൂചകമായ ഒരു ആർമില്ല നൽകി സൈന്യമേളെ ആദരിച്ചു എന്ന സന്തോഷ വാർത്തയുമായിട്ടായിരുന്നു ലുട്ടോറീസ് അവിടേക്ക് എത്തിയത്. പക്ഷെ അതോടൊപ്പം ഒരു ദുഃഖവാർത്തയും ഉണ്ടായിരുന്നു. കാലിന് സാരമായ പരിക്കേറ്റിരുന്നതിനാൽ മാർക്കസിന് ഇനി സൈന്യത്തിൽ തുടരാൻ കഴിയുമായിരുന്നില്ല. ലുട്ടോറീസ് ഈ വാർത്ത അറിയിച്ച് അവിടെ നിന്ന് പോകുമ്പോഴും ഒന്നും മിണ്ടാതെ മാർക്കസ് തനിക്ക് കിട്ടിയ സമ്മാനത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അലർച്ചകളും പാത്രങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്ന ശബ്ദവുമാണ് ഫാബിയസ് അയാളുടെ മുറിയിൽ നിന്ന് കേൾക്കുന്നത്. ആ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയ ജോലിക്കാരനോട് പോവേണ്ട, അതിന് മരുന്നില്ല എന്നാണ് ഫാബിയസ് പറഞ്ഞത്.
കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ പട്ടാളത്തിൽ ചേർന്ന് ഈ ഉയർന്ന സ്ഥാനത്തേക്കെത്താൻ മാർക്കസ് അയച്ച കഷ്ടപ്പാടുകൾ അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ കുടുംബത്തിന് വരുത്തിവെച്ച ദുഷ്പേര് മാറ്റുവാൻ വേണ്ടിയാണ് അയാൾ ഇത്രയും യാതനകൾ സഹിച്ച് ഇവിടെ വരെ എത്തിയത്. സൈന്യത്തിന് വലിയ പരാജയം സമ്മാനിച്ച അച്ഛൻ്റെ പേര് കളങ്കപ്പെട്ടിരുന്നു. തന്നിലൂടെ അത് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു മാർക്കസ് ഇത്രയും കാലം അധ്വാനിച്ചത്. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതാകുമ്പോൾ അയാൾ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ദിവസങ്ങൾ വീണ്ടും അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ഇപ്പോഴും മാർക്കസിന്റെ പരിക്കുകളൊന്നും ഭേദമായില്ല എങ്കിലും അയാളുടെ വിഷമമൊക്കെ മാറാനെന്നോണം ഫാബിയസ് അയാളെ ഗ്രാമത്തിലെ അരീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അവിടുത്തെ ആ മത്സരങ്ങൾക്കിടയിലും മാർക്കസ് ഫാബിയസിനോട് ചോദിച്ചുകൊണ്ടിരുന്നത് തൻ്റെ അച്ഛനെക്കുറിച്ചാണ്. നിന്റെ അച്ഛൻ അക്വില നഷ്ടപ്പെടുത്തിയത് നമ്മുടെ കുടുംബത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തിയെന്നത് സത്യമാണ്. പക്ഷേ തീർച്ചയായും അത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാവും നിന്റെ അച്ഛൻ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് ഫാബിയസ് അയാളോട് പറഞ്ഞു. എന്നാൽ അത് നമ്മുടെ വിശ്വാസമല്ലേ? ഒരുപക്ഷെ അദ്ദേഹം അക്വില ഉപേക്ഷിച്ച് ഭീരുവിനെ പോലെ ഓടി ഒളിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് മാർക്കസ് ചോദിച്ചു. പക്ഷേ ഫാബിയസിന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ആളുകളുടെ ആരവമായിരുന്നു. ജനം കാത്തിരുന്ന അടിമപ്പോരാളികളുടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ കരുത്തനായ ദൃഢകായനായ ഒരു പോരാളി ആ പോർക്കളത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷേ പിന്നാലെ എത്തിയത് ഒരു അടിമപ്പോരാളി ആയിരുന്നില്ല, വെറും ഒരു അടിമയായിരുന്നു. കാഴ്ചയിൽ തന്നെ ദുർബലെന്ന് തോന്നിക്കുന്ന അടിമയെ കരുത്തനായ പോരാളിക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് കാണികളിൽ പലരും പറയുന്നുണ്ട്. ആ അടിമയ്ക്കും അത് അറിയുമായിരുന്നിരിക്കണം. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ അവൻ കയ്യിലെ ആയുധങ്ങളെല്ലാം നിലത്തേക്കെറിഞ്ഞ് മരണത്തെ ഏറ്റുവാങ്ങാനായി തയ്യാറായി നിന്നു. പെട്ടെന്ന് തന്നെ ആ പോരാളികളെ ശക്തിയായി പ്രഹരിക്കാൻ ആരംഭിച്ചു. അടിമയാകട്ടെ അതൊന്നും തടുക്കാൻ പോലും ശ്രമിക്കുന്നില്ല. ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് അയാൾക്കറിയാമായിരുന്നിരിക്കണം. ഒടുവിൽ ആ പോരാളിയുടെ പ്രഹരമേറ്റ് അയാൾ വീണ് കിടക്കുമ്പോൾ നിഷ്കരുണം അയാളെ കൊന്നുകളയാൻ കാണികളിൽ ഒരു കൂട്ടം ആളുകൾ ആക്രോശിക്കാൻ തുടങ്ങി. കൊല്ലുന്നത് കാണുവാൻ വേണ്ടിയാണല്ലോ അവരവിടേക്ക് എത്തിയത്. പക്ഷേ കൊല്ലരുത് എന്നാണ് മാർക്കസ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്. തൻ്റെ ചുറ്റുമുള്ളവരോടും കൊല്ലരുത് എന്ന് പറയാൻ അയാൾ ആവശ്യപ്പെട്ടു. വീണ് കിടക്കുന്ന അടിമയോട് ദയവ് തോന്നിയ മനുഷ്യർ മാർക്കസിനൊപ്പം ചേർന്ന് അയാളെ കൊല്ലണ്ട എന്ന് വിളിച്ചു പറഞ്ഞു. തൻ്റെ നെഞ്ചിലേക്ക് കത്തിയിറക്കാനായി ആ പോരാളി കാത്തു നിൽക്കുമ്പോഴും ആ അടിമയുടെ കണ്ണുകൾ തന്നെ കൊല്ലരുത് എന്ന് വിളിച്ചു പറയുന്ന ആ മനുഷ്യനെയാണ് നോക്കിയത്. ഒടുവിൽ ആ ജനക്കൂട്ടം ഒന്നായി അയാളെ കൊല്ലേണ്ട എന്ന് ആർത്ത് വിളിച്ചതോടെ ആ പോരാളി തൻ്റെ കത്തി താഴ്ത്തി. അപ്പോഴും ആ അടിമ നോക്കിയത് തനിക്ക് വേണ്ടി ആദ്യം ശബ്ദമുയർത്തിയ താൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ലാത്ത മനുഷ്യനെയാണ്. വീണ്ടും കടന്നുപോകുന്ന ദിവസങ്ങൾ വളരെ ദൈർഘ്യമേറിയതായാണ് പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാതിരുന്ന മാർക്കസിന് അനുഭവപ്പെട്ടത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് മാർക്കസിനെ സഹായിക്കാനായി ഫാബിയസ് അവിടേക്ക് ഒരു അടിമയെ കൊണ്ടുവരുന്നത്. മാർക്കസ് എന്ന് ജീവൻ രക്ഷിച്ച അടിമ തന്നെയായിരുന്നു അത്. യെസ്ക എന്നാണ് അവൻ്റെ പേര്. എനിക്ക് അടിമകളെ കൊണ്ട് നടക്കുന്നത് ഇഷ്ടമല്ല എന്നും നീ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടിപ്പോയിക്കൊള്ളുവാനും മാർക്കസ് അവനോട് പറഞ്ഞു. പക്ഷേ ഇവിടെ നിന്ന് ഓടിയാലും അവൻ എവിടെയും എത്തില്ല എന്ന് യെസ്കയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ അതുകൊണ്ടല്ല അവൻ മാർക്കസിനെ സേവിക്കാൻ തീരുമാനിച്ചത്. റോമാക്കാരാണ് എൻ്റെ അച്ഛനെ കൊന്നത്. ഞാൻ നിങ്ങളുടെ ജനത്തെയും നിങ്ങളുടെ വിശ്വാസങ്ങളെയും എല്ലാം വെറുക്കുന്നു. പക്ഷെ നിങ്ങൾ എന്നോട് കനിവ് കാണിച്ചു. നിങ്ങൾ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഇനിയുള്ള കാലം നിങ്ങളെ സേവിക്കുക എന്നത് എൻ്റെ കടമയാണ്. ഇത് പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി യെസ്ക മാർക്കസിന് എറിഞ്ഞുകൊടുത്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ തൻ്റെ യജമാൻ്റെ സേവകനായി യെസ്ക അയാളുടെ കട്ടിലിനരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മാർക്കസിൻ്റെ കാലിലെ മുറിവ് പഴുത്ത് വ്രണമായപ്പോഴും ചികിത്സകൻ ആ മുറിവ് കീറി അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഇരുമ്പിൻ കഷ്ണം നീക്കം ചെയ്യുമ്പോഴും പതിയെ ആ മുറിവ് ഭേദമാകുമ്പോഴും എല്ലാത്തിനും യെസ്ക മാർക്കസിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ഫാബിയസിൻ്റെ സുഹൃത്തായ ക്ലോഡിയസും മകൻ സെർവീസും അവിടേക്ക് എത്തുന്നത്. രാത്രി അത്താഴ സമയത്താണ് അവർ മാർക്കസിൻ്റെ അച്ഛനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ഫ്ലേവിയസിനെയും 9-ാം ലീജിയനെയും റോമിനെങ്ങനെ മറക്കാൻ കഴിയുമെന്ന് ക്ലോഡിയസ് പറഞ്ഞപ്പോൾ അയാളുടെ വാക്കുകളിൽ ഒരു പുച്ഛമുണ്ടായെന്ന് മാർക്കസിന് മനസ്സിലായി. നഷ്ടപ്പെട്ടു പോയ അക്വില ഹേഡ്രിയാൻ മതിലിനപ്പുറമുള്ള ഏതോ ഗോത്രങ്ങളുടെ കയ്യിൽ കണ്ടുവന്നൊരു കിംവദന്തി പരക്കുന്നുണ്ട്. ദേഹമാകെ ചായം പൂശിയ സീൽ ഗോത്രം അതവരുടെ ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നുവെന്നാണ് മതിലിൽ നിന്നുള്ള വാർത്ത. ക്ലോഡിയസിൻ്റെ ആ വാക്കുകൾ വലിയ പ്രതീക്ഷയാണ് മാർക്കസിന് നൽകിയത്. എങ്കിൽ എന്താണ് റോം അത് തിരിച്ചെടുക്കാൻ ശ്രമിക്കാത്തത് എന്ന് ഫാബിയസ് അന്വേഷിച്ചു. നമ്മുടെ അഭിമാനമായ അക്വില തിരിച്ചു കിട്ടിയേ മതിയാവും. പക്ഷേ ഇനിയും അതെടുക്കാനായി വീണ്ടും ഒരു 5000 സൈനികരെ കൂടി അവിടേക്ക് പറഞ്ഞുവിട്ടാൽ പഴയതുപോലെ അവരും മടങ്ങി വന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ചക്രവർത്തി അതുകൊണ്ടാണ് അതിന് മടിക്കുന്നത്. ക്ലോഡിയസ് ഇത് പറഞ്ഞപ്പോൾ എന്തിനാണ് സൈന്യത്തെ പറഞ്ഞുവിടുന്നത്? ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാമെന്നാണ്
മാർക്കസ് പറഞ്ഞത്. 5000 സൈനികരെയുമായി നിങ്ങളുടെ അച്ഛൻ മടങ്ങി വരാത്തതിൻ്റെ നാണക്കേട് ഇനിയും മാറിയിട്ടില്ല. ഇനി നിങ്ങൾ കൂടി അവിടേക്ക് പോയി മരിക്കാനാണോ എന്ന് സെർവിയസ് ചോദിച്ചപ്പോൾ മാർക്കസ് ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റുവെങ്കിലും അയാൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. എന്തു പറയാനാണ്? പിന്നീട് ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന മാർക്കസിനടുത്തേക്ക് ഫാബിയസ് എത്തി അയാളെ ആശ്വസിപ്പിച്ചുവെങ്കിലും മാർക്കസിൻ്റെ നിരാശ മാറിയിരുന്നില്ല. എൻ്റെ അച്ഛൻ എത്ര ധീരനായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ സാമ്രാജ്യത്തിനു വേണ്ടി അദ്ദേഹം ചെയ്തത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? പക്ഷെ അതൊന്നും ഓർത്ത് എനിക്ക് ഇന്ന് വരെ അഭിമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്പം മുതൽ അച്ഛൻ്റെ പേരിലുള്ള പഴികേട്ടാണ് ഞാൻ ജീവിച്ചത്. അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. എന്നാൽ ഇതെൻ്റെ അവസാനത്തെ അവസരമാണ്. ഇനിയും എൻ്റെ കുടുംബത്തിൻ്റെ യശസ്സിനു മേൽ ഇതുപോലെ കാർക്കിച്ചു തുപ്പാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ ആ മതിലിനപ്പുറത്തേക്ക് പോവുക തന്നെ ചെയ്യുമെന്ന് മാർക്കസ് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അപ്പോഴും പോകരുത് എന്നാണ് ഫാബിയസ് പറഞ്ഞത്. ആ മതിലിനപ്പുറം എന്താണുള്ളത് എന്നോ ആരാണുള്ളത് എന്നോ നിനക്കറിയില്ല. അവരുടെ ഭാഷയും അറിയില്ല. ഈ അവസ്ഥയിൽ നീ അവിടേക്ക് പോയാൽ നീ മടങ്ങി വരില്ല എന്നാണ് ഫാബിയസ് പറഞ്ഞത്. അപ്പോൾ എസ്ക വടക്കു നിന്നുള്ളവനാണെന്നും വടക്കുള്ളവരുടെ ഭാഷ അവൻ അറിയാമെന്നും താൻ അവനെയും കൂടെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് മാർക്കസ് പറഞ്ഞപ്പോൾ വീണ്ടും ഫാബിയസ് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എസ്കെ ആ മതിലിനിപ്പുറം വെറുമൊരടിമയാണ്. പക്ഷേ അപ്പുറം എത്തിയാൽ അവൻ അവരിലൊരുവനാണ്. മതിലിനപ്പുറം എത്തുന്ന നിമിഷം ഇവൻ നിന്റെ കഴുത്ത് കണ്ടിക്കില്ല എന്ന് നിനക്ക് എന്താണ് ഉറപ്പ്? പക്ഷേ മാർക്കസിന് എസ്കയെ വിശ്വാസമുണ്ടായിരുന്നു. അല്ലെങ്കിൽ വിശ്വസിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. പുറപ്പെട്ടു തൻ്റെ അച്ഛൻ എന്താണ് സംഭവിച്ചതെന്നറിയാൻ. അദ്ദേഹം നഷ്ടപ്പെടുത്തിയ അക്വിലയും അദ്ദേഹത്തിൻ്റെ പേരും തിരിച്ചു പിടിക്കാൻ. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ ഹെഡ്രിയൻ മതിലിനടുത്തേക്കെത്തി. മതിലിനപ്പുറം പുതിയൊരു ലോകമാണ്. റോമാക്കാരുടെ രക്തത്തിനായി ദാഹിച്ചു നിൽക്കുന്ന മണ്ണും മനുഷ്യരുമാണ് അവിടെയുള്ളത്. തിരികെ വരാൻ കഴിയുമോ എന്നറിയില്ല എങ്കിലും പോവുക തന്നെ. മതിലിന് കാവൽ നിന്നിരുന്ന പട്ടാളക്കാർ ചോദിച്ചതും അത് തന്നെയാണ്. ലോകം ഇവിടെ അവസാനിക്കുകയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? പക്ഷേ മാർക്കസിന് ആ പുതിയ ലോകത്തേക്ക് പോയേ മതിയാകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വലിയ കവാടം അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. മനുഷ്യവാസമില്ലാതെ കാതങ്ങൾ നീണ്ടുകിടക്കുന്ന പർവ്വതങ്ങളും താഴ്വരകളും കാടുകളും താണ്ടി അവർ മുന്നോട്ട് പോയി. ഇതിനിടയിൽ അവർ ആദ്യമായി കുറച്ച് മനുഷ്യരെ കണ്ടത് മരങ്ങൾക്ക് മുകളിൽ കൊന്നു കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു. ഇത് ചെയ്തത് ആരായിരിക്കുമെന്ന് മാർക്കസ് എസ്കയോട് അന്വേഷിച്ചു. ഗോത്രങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട അതിക്രൂരന്മാരായ പോരാളികളുടെ കാടായിരുന്നു അത്. തീർച്ചയായും അവർ തന്നെയാവും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് എസ്ക പറഞ്ഞത്. പിന്നീട് രാത്രിയിൽ ഒരിടത്ത് വിശ്രമിക്കുമ്പോഴാണ് എസ്ക അക്വിലയെക്കുറിച്ച് മാർക്കസിനോട് ചോദിക്കുന്നത്. വെറുമൊരു ലോഹക്കഷ്ണത്തിന് നിങ്ങൾ റോമാക്കാർ എന്തിനാണ് ഇത്രയും വില കൽപ്പിക്കുന്നത്? അത് വെറുമൊരു ലോഹക്കഷ്ണമല്ല, റോമ സാമ്രാജ്യത്തിൻ്റെ മഹത്വത്തിൻ്റെയും യശസ്സിൻ്റെയും സൂചകമാണ്. ആ മഹാസാമ്രാജ്യം നയിച്ച യുദ്ധങ്ങളുടെയും വിജയങ്ങളുടെയും പ്രൗഢഗംഭീരമായ അടയാളമാണത്. നിനക്കത് മനസ്സിലായിക്കില്ല എന്ന് മാർക്കസ് അവനോട് പറഞ്ഞു. ബ്രിഗാൻഡസ് ഗോത്രത്തിൻ്റെ പടനായകനായിരുന്ന കനോവാളിൻ്റെ മകനാണ് ഞാൻ. നിങ്ങൾ ഞങ്ങളുടെ നാട് പിടിച്ചെടുത്തപ്പോൾ എൻ്റെ 2 സഹോദരന്മാർ കൊല്ലപ്പെട്ടു. സ്ത്രീകളോട് നിങ്ങളുടെ സൈനികർ എന്താണ് ചെയ്യുക എന്നറിയാവുന്ന എൻ്റെ അച്ഛന് നിങ്ങളുടെ സൈനികരുടെ മുന്നിൽ പെടാതെ ഇരിക്കാൻ എൻ്റെ അമ്മയെ കൊല്ലേണ്ടി വന്നു. പിന്നെ ആ പോരാട്ടത്തിൽ എൻ്റെ അച്ഛന് മരിച്ചു. നിങ്ങളുടെ ആ ലോഹകഷ്ണം അവരുടെ എല്ലാം രക്തത്തിൻ്റെയും പ്രതീകമാണ് എന്ന് എസ്ക പറഞ്ഞപ്പോൾ മാർക്കസിന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് വീണ്ടും അവർ യാത്ര തുടങ്ങിയപ്പോൾ എസ്ക ഇപ്പോഴും തൻ്റെ ഒപ്പം വരുന്നത് എന്തിനാണെന്നാണ് മാർക്കസ് സംശയിച്ചത്. ഇത് അവൻ്റെ ലോകമാണ്. എവിടേക്ക് വേണമെങ്കിലും അവൻ ഓടിപ്പോകാം. പക്ഷെ അപ്പോഴും അവൻ മാർക്കസിന് കൊടുത്ത വാക്കിൻ്റെ പുറത്ത് അയാളെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. വഴിയിൽ കാണുന്ന മനുഷ്യരോട് താൻ സംസാരിച്ചു കൊള്ളാമെന്നാണ് എസ്ക പറഞ്ഞത്. കാരണം മാർക്കസ് ഒരു റോമനാണെന്ന് അവർ തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം അവർ അയാളെ വധിക്കുമെന്ന് എസ്കയ്ക്ക് അറിയാമായിരുന്നു. വഴിയിൽ കാണുന്ന മനുഷ്യരോടെല്ലാം സീൽ ഗോത്രത്തെക്കുറിച്ച് എസ്ക അന്വേഷിക്കുന്നുണ്ടെങ്കിലും എവിടെയാണ് അവർ താമസിക്കുന്നത് എന്ന് വ്യക്തമായി അവർക്കാർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ആ കാട്ടിലൊരിടത്ത് വിശ്രമിക്കുമ്പോഴാണ് കുറച്ച് ഗോത്ര പോരാളികൾ അവരെ വളയുന്നത്. തങ്ങൾക്കു ചുറ്റും അവർ പതുങ്ങിയിരിക്കുന്നത് എസ്ക കണ്ടിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നുള്ള ആക്രമണത്തെ ഇരുവർക്കും ചെറുക്കാൻ സാധിച്ചു. തങ്ങൾക്കുമേൽ ചാടി വീണ ആ 3 ഗോത്രപ്പോരാളികളെയും അവർക്ക് കൊല്ലാൻ സാധിച്ചുവെങ്കിലും പിന്നീട് എസ്കയെ ആക്രമിച്ചതൊരു കൊച്ചുകുട്ടിയാണ്. അവൻ അസാധാരണമായ കരുത്തുണ്ടായിരുന്നുവെങ്കിലും അവനെ കൊല്ലാൻ എസ്കയ്ക്ക് മനസ്സ് വന്നില്ല. പക്ഷേ എസ്ക വെറുതെ വിട്ട ആ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ മാർക്കസ് അവനെ കത്തിയെറിഞ്ഞു വീഴ്ത്തി. കാരണം അവൻ രക്ഷപ്പെട്ടാൽ കൂടുതൽ ആളുകളെയുമായിട്ട് അവൻ മടങ്ങി വരുമെന്ന് മാർക്കസിന് അറിയാമായിരുന്നു. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന്
മാർക്കസ് എസ്കയോട് പറഞ്ഞു. അങ്ങനെ വീണ്ടും അവർ യാത്ര തുടർന്നു. അനേകം ഗ്രാമങ്ങളിലൂടെ അവർ കടന്നുപോയി. ഒരുപാട് മനുഷ്യരെ അവർ കണ്ടു. പക്ഷേ അപ്പോഴും സീലുകൾ എവിടെയാണെന്ന് അവർക്ക് ആർക്കും അറിയുമായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ സൈന്യം അതുവഴി വടക്കോട്ട് കടന്നുപോയിരുന്നുവെന്ന് ഗ്രാമങ്ങളിലെ മുതിർന്നവരിൽ ചിലർ ഓർത്തെടുത്തു. അത് തൻ്റെ അച്ഛൻ്റെ പട്ടാളം തന്നെയാണ് എന്ന് മനസ്സിലാക്കി വീണ്ടും വടക്കോട്ട് പോവാൻ തന്നെ മാർക്കസ് തീരുമാനിച്ചു. പർവ്വതം മൂടിക്കിടന്ന മഞ്ഞിനെയും കൊടും തണുപ്പിനെയും അവഗണിച്ച് ഇരുവരും മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം അവർ മറ്റൊരു കാടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പെട്ടെന്നൊരാൾ എസ്കയ്ക്ക് നേരെ ചാടി വീഴുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അയാളെ കീഴ്പ്പെടുത്തിയ അയാളുടെ കഴുത്തിൽ കത്തിവെച്ചപ്പോഴാണ് എസ്ക അയാളുടെ കഴുത്തിലെ ഒരു മുറിവ് കാണുന്നത്. റോമൻ പട്ടാള ഹെൽമെറ്റ് കൊണ്ടുണ്ടാവുന്ന മുറിവാണത്. തങ്ങളുടെ മുന്നിൽ വന്നുപെട്ടിരിക്കുന്ന ഒരു റോമൻ സൈനികനാണ് എന്ന് മാർക്കസും എസ്കയും തിരിച്ചറിഞ്ഞു. പക്ഷേ ആദ്യം അയാൾ അത് സമ്മതിച്ചില്ല. എങ്കിലും കഴുത്തിൽ കത്തിവെച്ച് ചോദിച്ചപ്പോൾ അയാൾ സമ്മതിച്ചു. അയാളുടെ പേര് ലൂസിയസ് എന്നായിരുന്നു. കാണാതായ 9-ാം ലീജിയനിലെ സൈനികനായിരുന്നു അയാൾ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഓടി ഒളിച്ച ആ മനുഷ്യന് സെൽഗോവായി എന്നൊരു ഗോത്രം അഭയം നൽകി. ഇന്ന് അയാൾ അവരിലൊരുവനാണ്. ഇതെല്ലാം പറഞ്ഞ ശേഷം അന്നത്തെ ആ സംഭവം ലൂസിയസ് വിവരിക്കാൻ ആരംഭിച്ചു. റോമിൽ നിന്ന് പുറപ്പെട്ട ആഴ്ചകളോളം സൈന്യം ഇവിടുത്തെ പർവ്വതങ്ങളിലൂടെയും വനങ്ങളിലൂടെയും സഞ്ചരിച്ചു. പക്ഷേ ഒരു മനുഷ്യനെ പോലും ഞങ്ങൾക്ക് അവിടെ എങ്ങും കണ്ടെത്താനായില്ല. എന്നാൽ ആ ഗോത്രങ്ങൾ ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നുവെന്നും അവർ പതിയിരുന്ന് നമ്മുടെ സൈനികരെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ആ തിരിച്ചറിവുണ്ടായപ്പോഴേക്കും ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു. എണ്ണത്തിൽ ഞങ്ങൾ കുറവായതോടെ അവർ ആ കാടിന് മറവിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഞങ്ങളെ നേരിട്ട് ആക്രമിച്ചു. ഇത് പറഞ്ഞ് ലൂസിയസ് മാർക്കസിനെയും എസ്കയും ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാടിന് നടുവിൽ മരങ്ങൾ നിറഞ്ഞ് കരിയില മൂടിയ ഈ ഇരുണ്ട പ്രദേശമായിരുന്നു ബലിസ്ഥലമെന്ന് ലൂസിയസ് അവരോട് പറഞ്ഞു. വടക്കുള്ള എല്ലാ ഗോത്രങ്ങളും അന്നിവിടെ ഉണ്ടായിരുന്നു. വേട്ടമൃഗങ്ങളെപ്പോലെ അവർ ഞങ്ങൾക്ക് മേൽ ചാടി വീണു. ഓരോ സൈനികനെയും പിടിച്ചവർ പാറകൾക്ക് മുകളിൽ കിടത്തി കഴുത്തറുത്തു. മരിച്ചിട്ടും അവർ ആ ശരീരങ്ങളുടെ കൈകാലുകൾ അറുത്തുമാറ്റി. ചില പട്ടാളക്കാരുടെ ഹൃദയങ്ങൾ അവർ ജീവനോടെ പറിച്ചെടുത്തു. ലൂസിയസ് ഇത് പറയുമ്പോഴാണ് തങ്ങളവിടെ കാണുന്നതൊന്നും പാറകളല്ല എന്നും കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ അസ്ഥിപഞ്ജരങ്ങളാണത് എന്നും മാർക്കസ് തിരിച്ചറിഞ്ഞത്. പട്ടാളക്കാരുടെ പടച്ചട്ടകളും തലയോടുകളും അവിടായി ചിതറിക്കിടക്കുന്നു. തങ്ങൾ അന്വേഷിച്ചു വന്ന സൈനികരുടെ ശരീരങ്ങൾക്ക് മുകളിലാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ അച്ഛനെക്കുറിച്ചാണ് മാർക്കസ് അയാളോട് ചോദിച്ചത്. മരണഭയത്താൽ ഞങ്ങളിൽ കുറച്ചുപേരിവിടെ ഓടി രക്ഷപ്പെടുമ്പോൾ അദ്ദേഹം ആ ഗോത്രപ്പോരാളികൾക്ക് നടുവിലായിരുന്നുവെന്ന് മാത്രമാണ് ലൂസിയസ് പറഞ്ഞത്. എൻ്റെ അച്ഛൻ ഭയപ്പെട്ടിരുന്നോ? അദ്ദേഹം ഓടി ഒളിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് മാർക്കസ് ചോദിച്ചപ്പോൾ ഇവൻ്റെ ഗോത്രത്തോട് ചോദിക്കുമെന്നാണ് എസ്കയെ ചൂണ്ടി ലൂസിയസ് പറഞ്ഞത്. കാരണമെന്ന് സൈന്യത്തെ ആക്രമിച്ചവരിൽ സെയിലുകൾക്കൊപ്പം ബ്രിഗാൻഡസ് ഗോത്രവും ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്നുള്ള യാത്രയിലാണ് നിനക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും എന്നോട് പറയാതിരുന്നത് എന്താണ് എന്ന് മാർക്കസ് എസ്കയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത്. എനിക്കങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നറിയാമായിരുന്നു. എൻ്റെ ആളുകൾക്കത് വീരന്മാരുടെ കാടാണ് എന്ന് എസ്ക മറുത്തു പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ തുടങ്ങിയ തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയപ്പോഴാണ് തങ്ങൾക്ക് ചുറ്റും മറ്റാരോ ഉണ്ട് എന്ന് ഇരുവർക്കും മനസ്സിലായത്. അത് മറ്റാരുമായിരുന്നില്ല, തങ്ങൾ ഇത്രയും ദിവസം തേടി നടന്ന ശരീരമാകെ ചായം പൂശിയ സീൽ ഗോത്രമായിരുന്നു അവർ. നിങ്ങൾ ആരാണ് എന്ന് സീലുകളുടെ നേതാവ് എസ്കയോട് ചോദിച്ചു. ഞാൻ ബ്രിഗാൻഡസ് ഗോത്രത്തിൻ്റെ തലവനായിരുന്ന കുനോവാലിൻ്റെ മകൻ എസ്കയാണെന്നവൻ മറുപടി നൽകിയപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് റോമൻ ഭാഷ സംസാരിച്ചത് എന്ന് സീലുകളുടെ നേതാവ് അവനോട് ചോദിച്ചു. അപ്പോൾ മാർക്കസിനെ രക്ഷിക്കാനെന്നോണം താൻ അയാളെ റോമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന അടിമയാണെന്നാണ് എസ്ക ആ മനുഷ്യരോട് പറഞ്ഞത്. എസ്ക ബ്രിഗാൻഡസ് ഗോത്രത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ അയാൾ തങ്ങളോട് നുണ പറയുന്നതാണെന്ന് സീലുകൾ സംശയിച്ചില്ല. കാരണം ഇരു ഗോത്രങ്ങളും വലിയ സൗഹൃദം പുലർത്തിയിരുന്നവരും റോമാക്കാർക്കെതിരെ ഒന്നിച്ചു പോരാടിയവരുമാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യർ എസ്കയെ തങ്ങളുടെ അതിഥിയായി തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചു. ഒപ്പം അയാളുടെ അടിമയായ മാർക്കസിനെ അവർ പിടിച്ചു കെട്ടുകയും ചെയ്തു. യാത്രയിലുടനീളം അവരയാളെ മർദ്ദിക്കുകയും നിലത്തുകൂടി വലിക്കുകയും ചെയ്തു. എസ്കയാകട്ടെ അതിനൊന്നും പ്രതികരിച്ചതുമില്ല. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരങ്ങനെ മാർക്കസിനെയുമായി തടാകക്കരയിലുള്ള അവരുടെ ആ ഗ്രാമത്തിലേക്കെത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം ആ റോമാക്കാരനെ വെറുപ്പോടെയാണ് നോക്കിയത്. ശരിക്കും അവരെ അവിടേക്ക് പിടിച്ചുകൊണ്ടുവന്ന ആ മനുഷ്യൻ സീൽ ഗോത്രത്തിന്റെ നേതാവായ ക്രാഡോക്കിന്റെ മകൻ ദ്രോഹിതായിരുന്നു. തന്റെ സുഹൃത്തിന്റെ മകൻ കൂടിയായ എസ്കയെ ക്രാഡോക്ക് തന്റെ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്തു.
ഒപ്പം അയാൾ കൊണ്ടുവന്ന ആ സമ്മാനവും ക്രാഡോക്കിന് നന്നേ ഇഷ്ടപ്പെട്ടു. നിനക്ക് മുൻപും ഇവിടേക്ക് ഞാൻ ഒരുപാട് റോമാക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും തലകളില്ലായിരുന്നുവെന്ന് ക്രാഡോക്ക് മാർക്കസിനോട് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ മാർക്കസ് ആ ഗ്രാമത്തിൻ്റെ അടിമയായി മാറിയിരുന്നു. ആരെന്താവശ്യപ്പെട്ടാലും അയാളത് ചെയ്തു കൊടുക്കണമായിരുന്നു. എസ്കെ ആകട്ടെ അയാളെ പൂർണ്ണമായും ആ മനുഷ്യർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷേ ആ ഗോത്രത്തിന് അടിമകളെ ഉപയോഗിക്കുന്ന ശീലമില്ലാതിരുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാർക്കസിനോടൊരു അനുകമ്പ തോന്നി തുടങ്ങി. ഇടയ്ക്ക് വയസ്സായ ഒരു സ്ത്രീ അയാളുടെ മുറിവുകൾ പരിചരിക്കുന്ന പോലുമുണ്ട്. അങ്ങനെ ഒരിക്കൽ മാർക്കസ് ആ തടാകക്കരയിൽ ഇരിക്കുമ്പോഴാണ് ദ്രോയിദിന്റെ സഹോദരി അയാളെ നോക്കി ചിരിക്കുന്നതും മാർക്കസ് തിരിച്ചു ചിരിക്കുന്നതും. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് അവിടേക്ക് വന്ന ദ്രോയിദ് അയാളെ അടിച്ചു വീഴ്ത്തി. എസ്ക റോമാക്കാരെ സ്ത്രീകളുടെ അടുത്ത് അടുപ്പിക്കാൻ കൊള്ളില്ല. അവർ തടവിലാക്കുന്ന സ്ത്രീകളെ അവരെന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതാണ്. നിന്റെ അടിമയിലെ നീ തന്നെ ഇവനെ ശിക്ഷിക്കാൻ ദ്രോയിദ് എസ്കയോട് പറഞ്ഞു. എസ്ക മാർക്കസിന്റെ മുഖത്തടിച്ച് അയാളോട് മുട്ടിൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവനെ കൊന്നുകളയാമെന്ന് എസ്ക ദ്രോയിദിനോട് പറഞ്ഞു. പക്ഷേ ദ്രോയിദ് അത് ചെയ്തില്ല. ഇവൻ നിന്റെ അടിമയല്ലേ, നിനക്കിവനെ വിശ്വാസമുള്ളിടത്തോളം അവൻ ജീവിച്ചു കൊള്ളട്ടെ എന്നാണ് ദ്രോയിദ് പറഞ്ഞത്. ഇത് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോയ ശേഷം എനിക്കൊരവസരം കിട്ടിയാൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് മാർക്കസ് പറഞ്ഞുവെങ്കിലും എസ്ക മറുത്തൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് ഗ്രാമത്തിലേക്ക് ആഘോഷ ദിവസം കടന്നു വരുന്നത്. 15 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസമായിരുന്നു മാർക്കസിന്റെ അച്ഛനെ ഉൾപ്പെടെ റോമൻ പട്ടാളക്കാരെ എല്ലാം ആ ഗോത്രങ്ങൾ കുരുതി നടത്തിയത്. കഴിഞ്ഞ 15 വർഷമായി ആ ദിവസം സെയിൽ ഗോത്രം പാട്ടും നൃത്തവും പ്രാർത്ഥനകളുമായി ആഘോഷിച്ചു പോന്നിരുന്നു. തടാകക്കരയിലെ ഈ ആഘോഷങ്ങളെല്ലാം അവിടെ പതുങ്ങിയിരുന്ന് നോക്കിക്കൊണ്ടിരുന്ന മാർക്കസ് ദൂരെ ഒരു കാഴ്ച കണ്ടു. മാൻകൊമ്പ് ധരിച്ച് അവിടേക്ക് വന്ന പ്രധാന പുരോഹിതൻ കയ്യിലേന്തിയിരിക്കുന്നത് താൻ ഇത്രയും ദൂരം അന്വേഷിച്ചു വന്ന തൻ്റെ അച്ഛൻ നഷ്ടപ്പെടുത്തിയ അക്വിലയാണ്. മറ്റൊന്നും ആലോചിക്കാതെ മാർക്കസ് ആ മനുഷ്യർക്കിടയിലേക്ക് ഓടിച്ചെന്നുവെങ്കിലും പെട്ടെന്ന് അവരിലൊരുവൻ മാർക്കസിനെ അടിച്ചു വീഴ്ത്തി. ബോധം നഷ്ടപ്പെട്ട മാർക്കസിനെ പിന്നീട് വിളിച്ചുണർത്തുന്നത് എസ്കയാണ്. അപ്പോഴേക്കും ആഘോഷമൊക്കെ കഴിഞ്ഞ് സെയിലുകളെല്ലാം ഉറക്കമായി കഴിഞ്ഞിരുന്നു. ഇതാണ് അവസരം, നമ്മളിത് പാഴാക്കാൻ പാടില്ല എന്ന് എസ്ക പറഞ്ഞപ്പോഴാണ് അവൻ തന്നെ ചതിക്കുകയായിരുന്നില്ല സഹായിക്കുകയായിരുന്നുവെന്ന് മാർക്കസിന് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ തടാകക്കരയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സെയിലുകൾ അറിയാതെ ഇരുവരും അവിടെ ഉണ്ടായിരുന്ന ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അതിനുള്ളിലാണ് അവർ അക്വില ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് എസ്ക മനസ്സിലാക്കിയിരുന്നു. ഇടുങ്ങിയ ഗുഹയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അപ്പുറമെത്തിയപ്പോൾ തങ്ങൾ തേടി വന്ന അക്വില അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ മറ്റാരും കാവലില്ല എന്ന് കണ്ട് വേഗം തന്നെ മാർക്കസ് അവിടേക്ക് എത്തി അക്വില കയ്യിലെടുത്തു. പക്ഷെ അപ്പോഴാണ് മാൻകൊമ്പും മുഖംമൂടിയും ധരിച്ച പുരോഹിതൻ അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഇരുവരും തിരിച്ചറിയുന്നത്. അയാൾ വേഗം തൻ്റെ നേർക്ക് പാഞ്ഞെടുത്ത് തന്നെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന മരതക മോതിരം മാർക്കസ് അയാളുടെ കയ്യിൽ കാണുന്നത്. ഒടുവിൽ അയാളെ പരാജയപ്പെടുത്തി അയാളുടെ മുഖംമൂടി മാറ്റിയപ്പോഴാണ് ആ പുരോഹിതൻ ക്രോഡക്ക് തന്നെയായിരുന്നുവെന്ന് മാർക്കസ് തിരിച്ചറിഞ്ഞത്. തൻ്റെ അച്ഛനെ കൊന്നത് അയാൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി വേഗം തന്നെ മാർക്കസ് അയാളുടെ വയറ്റിൽ വാള് കുത്തിയിറക്കി തൻ്റെ അച്ഛൻ്റെ മോതിരവുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴാണ് എസ്ക പിന്നിൽ നിന്നൊരു വിളി കേൾക്കുന്നത്. ദ്രോയിദിന്റെ ഏറ്റവും ഇളയ മകനായിരുന്നു അത്. നിങ്ങളിപ്പോൾ പോയാൽ അച്ഛൻ ദേഷ്യപ്പെടില്ലേ എന്ന് നിഷ്കളങ്കമായ ആ കുട്ടി എസ്കയോട് ചോദിച്ചു. എന്നാൽ ഇപ്പോൾ അച്ഛനോട് പറയണ്ടെന്നും അദ്ദേഹം ഉണർന്ന ശേഷം മാത്രം പറഞ്ഞാൽ മതിയെന്നുമാണ് എസ്കെ അവനോട് പറഞ്ഞത്. ഈ കുട്ടിയെ വിശ്വസിക്കരുത്, ഇവൻ ഇപ്പോൾ തന്നെ ചെന്ന് പറയുമെന്ന് മാർക്കസ് പറഞ്ഞുവെങ്കിലും ആ കുട്ടിയെ കൊല്ലാൻ എസ്കയ്ക്ക് മനസ്സ് വന്നില്ല. പറയാതിരിക്കാനെന്നോണം അവന് തടിയിൽ കുത്തിയൊരു മീനിനെ സമ്മാനിച്ച് എസ്കെയും മാർക്കസും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അവരവിടെ നിന്ന് രക്ഷപ്പെടുകയാണെന്ന് അറിയാതിരുന്ന ആ കുട്ടി മറ്റാരോടും അത് പറഞ്ഞതുമില്ല. പിന്നെയും ഏറെ നേരത്തിന് ശേഷം ഉണർന്നെഴുന്നേറ്റ് തൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടതറിഞ്ഞ് അവിടേക്ക് വന്ന ദ്രോയിദ് കാണുന്നത് തൻ്റെ മകൻ്റെ കയ്യിൽ എസ്ക കൊടുത്ത ആ മീനിനെയാണ്. അവർ പോയില്ലോ എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ദ്രോയിദ് അവനെ മുഖത്തടിച്ചു വീഴ്ത്തി. ഇതേ സമയം തന്നെ കുറച്ചു ദൂരം ചെന്ന ശേഷം ഇനി അവർ പിന്നാലെ വരില്ല എന്ന് മാർക്കസ് ആശ്വസിച്ചു. കാരണം സീലുകൾ കുതിരകളെ ഉപയോഗിക്കാറില്ല എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അപ്പോഴും തങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് എസ്കയ്ക്ക് അറിയാമായിരുന്നു. കാരണം വേട്ടയ്ക്ക് പോലും കുതിരകളെ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ സെയിലുകളുടെ വേഗത്തിൽ മറ്റാർക്കും ഓടാൻ കഴിയില്ലായിരുന്നു. മാത്രമല്ല ഹേഡ്രിയൻ മതിലിലേക്ക് ഇനിയും 4 ദിവസത്തെ യാത്രയുണ്ട്. ഈ പ്രദേശമെല്ലാം നന്നായി അറിയാവുന്ന സെയിലുകൾ എളുപ്പവഴിയിലൂടെ വന്ന് ഏത് നിമിഷവും തങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്ന് എസ്കയ്ക്ക് അറിയാമായിരുന്നു. സെയിലുകളാകട്ടെ ഇതിനോടകം തന്നെ പല സംഘങ്ങളായി തിരിഞ്ഞവരെ പിന്തുടർന്നു തുടങ്ങിയിരുന്നു. എന്നാൽ വീണ്ടും മല കയറി തുടങ്ങിയപ്പോഴേക്കും
മാർക്കസിന് മുന്നോട്ട് പോകാൻ കഴിയാതെയായിരുന്നു. കാരണം ക്രാഡോക്കുമായുള്ള പോരാട്ടത്തിൽ മാർക്കസിന്റെ പരിക്കേറ്റിരുന്ന കാലിന് വീണ്ടും മുറിവേറ്റിരുന്നു. രക്തമൊഴുകിക്കൊണ്ടിരുന്ന ആ മുറിവ് എസ്കെ ഒരു തുണി കൊണ്ട് മുറുക്കി കെട്ടിവെച്ചു. വീണ്ടും അവർ യാത്ര തുടങ്ങിയപ്പോൾ ദൂരെ ആ മലമുകളിൽ നിന്ന് സീലുകളുടെ നായ്ക്കളുടെ കുര അവർക്ക് കേൾക്കാമായിരുന്നു. വീണ്ടും അവർ വേഗം യാത്ര തുടർന്നുവെങ്കിലും ചോര ഒരുപാട് വാർന്നുപോയ മാർക്കസ് വല്ലാതെ തളർന്നിരുന്നു. തീരെ അവശനായിരുന്ന അയാൾക്ക് എന്തെങ്കിലും കഴിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നറിയാവുന്ന എസ്ക മാർക്കസിനെയുമായി അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. കയ്യിൽ കിട്ടിയ ഒരു എലിയെ അവർക്ക് ചുട്ടു തിന്നാൻ കഴിയുമായിരുന്നില്ല. കാരണം ആ മലമുകളിൽ തീ കണ്ടാൽ സീലുകൾക്ക് തങ്ങൾ ഇരിക്കുന്നിടം മനസ്സിലാകുമെന്ന് എസ്കയ്ക്ക് അറിയാമായിരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ അതിനെ പച്ചയ്ക്ക് തിന്നണമെന്നാണ് എസ്ക പറഞ്ഞത്. ഇത് പറഞ്ഞ് എസ്കെ അതിനെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് കഴിക്കില്ല, ഞാനൊരു റോമാക്കാരനാണ് എന്നാണ് മാർക്കസ് പറഞ്ഞത്. എങ്കിൽ നിങ്ങളൊരു റോമാക്കാരനായി തന്നെ മരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾ നാളെ ഉണർന്നെണീക്കില്ല എന്ന് എസ്ക പറഞ്ഞപ്പോൾ മനസ്സോടെ മാർക്കസിനത് വാങ്ങി കഴിക്കേണ്ടി വന്നു. എന്നാൽ ആ രാത്രി പുലർന്നിട്ടും സീലുകൾ അവർക്കായുള്ള അന്വേഷണം അവസാനിപ്പിച്ചിരുന്നില്ല. എസ്കെ ആകട്ടെ മാർക്കസിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും യാത്ര തുടങ്ങിയെങ്കിലും കുറെ ദൂരം പിന്നെയും സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ എസ്കയുടെ കുതിര അവിടെ തളർന്നു വീണു. പിന്നീട് അങ്ങോട്ടുള്ള ദൂരം ഇരുവരും മാർക്കസിന്റെ കുതിരപ്പുറത്താണ് മുന്നോട്ട് പോയത്. പക്ഷേ തങ്ങളെ രണ്ടുപേരെയുമായി ആ കുതിരയ്ക്കും മുന്നോട്ട് അധിക ദൂരം പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ കുതിരയെ അവിടെ ഉപേക്ഷിച്ചവർ ആ കാടിനുള്ളിലേക്ക് നടന്നു. എന്നാൽ ഈ സമയം സീലുകൾ അവർക്ക് തൊട്ടടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. കാടിന് നടുവിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കുതിരയെ കണ്ട സ്ഥലത്തെല്ലാം അവർ തിരഞ്ഞുവെങ്കിലും സീലുകൾക്കും അവരുടെ നായ്ക്കൾക്കും മാർക്കസിനെയും എസ്കയും കണ്ടെത്താനായില്ല. പക്ഷെ അവർ അധിക ദൂരം പോയിട്ടുമുണ്ടായിരുന്നില്ല. സീലുകളുടെ തൊട്ടരികിലായി ആ പുഴയിലെ പാറയ്ക്കടിയിൽ ഇരുവരും ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പുഴയിൽ നിന്ന് കരയ്ക്ക് കയറിയാൽ നായ്ക്കൾ മണം പിടിച്ച് തങ്ങളെ കണ്ടെത്തുമെന്നുള്ളതുകൊണ്ട് ഇരുവരും ആ പുഴയിലൂടെ തന്നെ താഴേക്കൊഴുകി. അങ്ങനെ ഒഴുകിയവർ പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലത്തെത്തിയപ്പോൾ മാർക്കസിന് ഒരല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയാതെയായിരുന്നു. എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല, നീ ഇവിടെ എന്നെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടുകൊള്ളുക. ഞാനില്ല എങ്കിലും ഈ അക്വില നീ സുരക്ഷിതമായി റോമിലെത്തിച്ചാൽ മതിയെന്ന് മാർക്കസ് അവനോട് പറഞ്ഞുവെങ്കിലും എസ്കെ അത് കേട്ടില്ല. എനിക്ക് നിങ്ങളെ എവിടെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ എല്ലാ കാലവും സേവിച്ചു കൊള്ളാമെന്ന് വാക്ക് നൽകിയതാണ്. ഇനിയും ഞാനിവിടെ നിന്ന് പോകണമെങ്കിൽ നിങ്ങൾ എന്നെ സ്വതന്ത്രനാക്കുമെന്ന് എസ്ക മാർക്കസിനോട് പറഞ്ഞു. മാർക്കസ് അപ്പോൾ അവൻ തനിക്ക് നൽകി അവൻ്റെ കത്തി തിരികെ നൽകി എസ്കയോട് ഇങ്ങനെ പറഞ്ഞു, നീ സ്വതന്ത്രനായിരിക്കുന്നു എൻ്റെ സുഹൃത്തെ. എസ്കെ അപ്പോഴാ കത്തി വാങ്ങിയെങ്കിലും അവൻ അക്വില വാങ്ങാൻ തയ്യാറായില്ല. പകരം അവൻ ഞാൻ ഉടനെ തന്നെ മടങ്ങി വരുമെന്ന് മാർക്കസിന് വാക്കുകൊടുത്ത് എവിടേക്കോ ഓടിപ്പോയി. മാർക്കസ് ആ വെള്ളച്ചാട്ടത്തിന് ചുവട്ടിൽ കിടന്ന് തളർന്ന് മയങ്ങിപ്പോയപ്പോഴും എസ്കെ എവിടേക്കോ ഓടിക്കൊണ്ടിരുന്നു. നേരം അങ്ങനെ ഒരുപാട് കഴിഞ്ഞുപോയി. എന്നാൽ ഇപ്പോഴും സീലുകൾ അവരുടെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. മാർക്കസ് ആകട്ടെ മയക്കം വിട്ട് ഉണർന്നെണീറ്റ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന അക്വിലയിൽ പുതിയൊരു കമ്പ് നാട്ടി അതിലൂന്നി നടക്കാൻ ആരംഭിച്ചു. പക്ഷെ പെട്ടെന്നാണ് ദൂരെ നിന്ന് വീണ്ടും നായ്ക്കളുടെ ശബ്ദം അയാൾ കേൾക്കുന്നത്. സീലുകൾ തൻ്റെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ മാർക്കസ് തൻ്റെ വാളുറയിൽ നിന്നൂരി തയ്യാറായി നിന്നു. പക്ഷേ സീലുകൾക്ക് മുന്നേ അവിടേക്ക് എത്തിയത് എസ്കെ ആയിരുന്നു. അവനോടൊപ്പം കുറച്ച് റോമൻ സൈനികരുമുണ്ടായിരുന്നു. ഇവരെല്ലാം നിങ്ങളുടെ അച്ഛൻ നയിച്ച 9-ാം ലീജിയനിലെ പട്ടാളക്കാരാണ് എന്ന് എസ്ക മാർക്കസിനെ അറിയിച്ചു. ലൂസിയസും ആ സൈനികർക്കൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളോടിത് പറയാൻ എനിക്ക് ജാളിതയുണ്ട്. ഗോത്രമനുഷ്യർ പട്ടാളക്കാരെ എല്ലാം കശാപ്പ് ചെയ്യുന്നത് കണ്ട് ഭയന്ന് വിറച്ച് ഞങ്ങളെല്ലാവരും ഓടി ഒളിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ അച്ഛൻ അത് ചെയ്തില്ല. ഞങ്ങളെല്ലാം ഭയന്നവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴും അദ്ദേഹം അക്വില കയ്യിലേന്തിയിരുന്നു. മരിക്കുന്നതിന് മുൻപും നിങ്ങളുടെ അച്ഛൻ അക്വില സംരക്ഷിക്കാനായി പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാമങ്ങളിൽ ഭയന്ന് ഓടി ഒളിച്ച ഞങ്ങൾ പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് മുൻപ് ഈ അക്വില സംരക്ഷിക്കാനായി പോരാടിയ റോമാക്കാരൻ നിങ്ങളുടെ അച്ഛൻ തന്നെയായിരുന്നു. നിങ്ങൾക്ക് മുൻപ് ഇത് കയ്യിലേന്തിയ റോമാക്കാരനും അദ്ദേഹം തന്നെയാണ്. ലൂസിയസ് ഇതെല്ലാം പറയുമ്പോഴേക്കും സീലുകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. മറ്റൊരു പോരാട്ടത്തിനായി ഞങ്ങൾ തയ്യാറാണ് എന്നും ഞങ്ങൾക്ക് ഉത്തരവ് നൽകുമെന്നും ലൂസിയസ് മാർക്കസിനോട് പറഞ്ഞു. മാർക്കസ് ഉത്തരവ് കൊടുത്തതോടെ അക്വില സംരക്ഷിക്കാനായി പട്ടാളക്കാരെല്ലാം അതിനു ചുറ്റും അണിനിരന്നു. പക്ഷേ വന്ന പാട് തന്നെ സീലുകൾ അവരെ ആക്രമിച്ചില്ല. എസ്ക, നീ നമ്മുടെ ശത്രുക്കളോടൊപ്പം ചേർന്ന് നമ്മുടെ വംശത്തെ വഞ്ചിച്ചു. വഞ്ചകർക്കുള്ള ശിക്ഷ എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ദ്രോഹിത തൻ്റെ ഇളയ മകനെ മുന്നിലേക്ക് കൊണ്ടുവന്നു.
ശേഷം തന്നോടവർ രക്ഷപ്പെട്ടുവെന്ന് പറയാതിരുന്ന കുറ്റത്തിന് ദ്രോയിദ് തൻ്റെ സ്വന്തം മകൻ്റെ കഴുത്തറുത്തു. ഇവൻ്റെ രക്തവും നിന്റെ കൈകളിലാണ് എന്ന് ദ്രോയിദ് എസ്കയോട് പറഞ്ഞു. ശേഷം അവർ പാഞ്ഞെടുത്ത് തയ്യാറായി നിന്ന പട്ടാളക്കാരെ ആക്രമിക്കാൻ ആരംഭിച്ചു. എന്നാൽ കാലമേറെ കഴിഞ്ഞിട്ടും ആ പട്ടാളക്കാരുടെ പോരാട്ട വീര്യം കെട്ടുപോയിരുന്നില്ല. മാർക്കസും സൈനികരും ചേർന്ന ഗോത്രപ്പോരാളികളെ ശക്തമായി എതിർത്ത് നിന്നപ്പോൾ ഒന്നൊന്നായി അവരിൽ ഓരോരുത്തരായി ആ പുഴയിൽ മരിച്ചു വീഴാൻ ആരംഭിച്ചു. പക്ഷേ വീണ്ടും ഗോത്രമനുഷ്യരവിടേക്ക് വന്നുകൊണ്ടിരുന്നതിനാൽ പട്ടാളക്കാർക്കും അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. ഈ സമയമെല്ലാം ദ്രോയിദ് എസ്കയെ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. എസ്കയെ നിലത്ത് വീഴ്ത്തിയാൽ തൻ്റെ വാള് കുത്തിയിറക്കാൻ തുടങ്ങിയപ്പോൾ മാർക്കസ് അത് തടഞ്ഞു. ശേഷം മാർക്കസ് അയാളെ അടിച്ചു വീഴ്ത്തി ആ പുഴയിൽ അയാളെ മുക്കിപ്പിടിച്ചു. കുറേയേറെ നേരം പിടഞ്ഞ ശേഷം ദ്രോയിദിൻ്റെ ശരീരം നിലച്ചു. അങ്ങനെ ആ പോരാട്ടം അവസാനിക്കുമ്പോൾ ഗോത്രമനുഷ്യരാരും ശേഷിച്ചിരുന്നില്ല. ഒപ്പം ലൂസിയസ് ഉൾപ്പെടെ ഒരുപാട് റോമൻ പട്ടാളക്കാരും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇവർ ഇത്രയും കാലം ഭീരുക്കളെ പോലെയാണ് ജീവിച്ചത്. എന്നാൽ ഇവർ മരിച്ചത് ധീരന്മാരായാണ്. എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും ഒപ്പം പോരാടിയ മനുഷ്യരാണ് ഇവിടെ മരിച്ചു വീണത്. നാം അവർക്ക് എല്ലാവർക്കും അർഹിക്കുന്ന അന്ത്യവിശ്രാന്തി നൽകേണ്ടതുണ്ട് എന്ന് മാർക്കസ് എസ്കയോട് പറഞ്ഞു. അങ്ങനെ മരിച്ചു വീണ റോമൻ പട്ടാളക്കാരുടെയും ഗോത്രപ്പോരാളികളുടെയും ശരീരങ്ങൾ പ്രാർത്ഥനകൾക്ക് ശേഷം അവർ ആ നദിക്കരയിൽ തന്നെ സംസ്കരിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ലൊണ്ടിനിയത്തിലെ ഭരണാധികാരിയുടെ ആസ്ഥാനത്തേക്കെത്തിയ മാർക്കസിനെ കണ്ട് സെർവിയസ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ആർക്കും അത്ഭുതമടക്കാൻ കഴിഞ്ഞില്ല. കാരണം മാർക്കസ് തൻ്റെ അച്ഛൻ നഷ്ടപ്പെടുത്തിയ അക്വിലയുമായിട്ടായിരുന്നു അവിടേക്ക് പ്രവേശിച്ചത്. ഇതെൻ്റെ അച്ഛനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് മാർക്കസ് അക്വില ഭരണാധികാരിയായ ക്വിന്തസിനെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ മകനെ റോം നിന്നോട് കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് ക്വിന്തസ് പറഞ്ഞത്. ഒരിക്കലും മടക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് കരുതി അക്വില തിരിച്ചു കൊണ്ടുവന്ന് നീ നിന്റെ കുടുംബത്തിൻ്റെ സൽപ്പേര് തിരിച്ചെടുത്തിരിക്കുന്നുവല്ലോ. ഇനി 9-ാം ലീജിയനെ നയിക്കേണ്ടത് നീ തന്നെയാണ് എന്ന് ക്വിന്തസ് മാർക്കസിനോട് പറഞ്ഞു. നിങ്ങൾ ഈ അടിമയെ മാത്രമായിട്ടാണോ അവിടേക്ക് പോയത് എന്ന് സെർവിയസ് ആശ്ചര്യത്തോടെ അയാളോട് ചോദിച്ചു. എസ്കെ ഇനിമേൽ ആരുടെയും അടിമയല്ല, നാം ഓരോരുത്തരെയും പോലെ അവനും സ്വതന്ത്രനാണ് എന്ന് മാർക്കസ് അയാളോട് പറഞ്ഞു. വെറുമൊരടിമയുമായിട്ടാണ് അയാൾ ഹേഡ്രിയൻ മതിലിനപ്പുറത്തേക്ക് പോയതെങ്കിലും മടങ്ങി വന്നത് ഒരു സുഹൃത്തിനെയുമായിരുന്നു.